സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ അതിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ SIT പുറത്തുവിടാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ലിങ്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിലവിലെ ചോദ്യം ചെയ്തതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവ് തന്നെയല്ലേ? നിലവിലെ സാഹചര്യത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം എന്തായാലും കടക്കില്ല. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും കടകംപള്ളി സുരേന്ദ്രനെയാണെങ്കിലും അതല്ല പ്രശാന്തിനെയാണെങ്കിലും കണക്ട് ചെയ്തുകൊണ്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം ഇവരെ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവരുടെ മൊഴി വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് നേരത്തെ പുറത്തു വന്ന വിവരപ്രകാരം പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പത്മകുമാറിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നും ചില മൊഴികൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ആദ്യമായി അപേക്ഷ നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിന് അത്തരത്തിലൊരു അപേക്ഷ നൽകിയിരുന്നെന്നും അത് പിന്നീട് ദേവസ്വം വകുപ്പിന് ഒരു അപേക്ഷ നൽകിയിരുന്നെന്നും അത് പിന്നീട് ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു അപേക്ഷയും കിട്ടിയിട്ടില്ല. തന്റെ മുന്നിൽ അങ്ങനെ ഒരു അപേക്ഷ വരികയും ചെയ്തിട്ടില്ല. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണെങ്കിൽ ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ 2019 ദേവസ്വം മന്ത്രിയായിരുന്ന ആൾ എന്ന നിലയ്ക്കാണ് തന്നോട് കാര്യങ്ങൾ അന്വേഷണ സംഘം ആരാഞ്ഞത്. അതിന്റെ ഭാഗമായി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങൾക്ക് നിൽക്കാതെ അദ്ദേഹം കാറിൽ കയറി മടങ്ങുന്നത് കൂടിയാണ് കണ്ടത്. അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. സർക്കാരോ താനോ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കാതെയാണ് എന്താണെന്നുണ്ടായത്. 2019 താൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി?